കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നതാണ് നമുക്ക് വരുന്ന വിവരം. തന്ത്രി 13ാം പ്രതിയാണ് ഈ കേസിൽ. ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠരര് രാജീവ് ഒരു പങ്കാളിയായി എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം, ശ്രീ രാഹുൽ ഈശ്വർ, കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും തന്ത്രി ഇടപെട്ടിട്ടില്ല. ആചാര ലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു. ഇതിലൂടെ തന്ത്രി നേട്ടമുണ്ടാക്കി. 1ഉം 9ഉം 10ഉം പ്രതികൾക്കൊപ്പം ലാഭമുണ്ടാക്കി. ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്നാണ് തന്ത്രിക്കെതിരായിട്ടുള്ള SITയുടെ കേസ്, SITയുടെ കണ്ടെത്തൽ. ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടല്ലോ? ഒരൊറ്റ നിമിഷം പറഞ്ഞോട്ടെ. കാര്യങ്ങളിൽ SIT ആണോ തീരുമാനിക്കുന്നത്? ഞാൻ SIT കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഏത് രീതിയിലാണ് തന്ത്രി ലാഭം ഉണ്ടാക്കിയത്? എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? ഉണ്ടാകും. ഏത് രീതിയിലാണ് SIT അറസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.